കാന്തല്ലൂരിലുള്ള സ്ട്രോബെറി ഫാമിൽ നിന്നും പിന്നെ ഞങ്ങൾ ശർക്കര ഉണ്ടാക്കുന്നിടത്തേക്ക് പോയി. കാന്തല്ലൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു 3-4-5 ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങോട്ട് വരാൻ നേരത്തുള്ള കണ്ടതിലാണ് കയറിയത്. അവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വേറെ സ്ഥലത്തേക്ക് വന്നു. കാന്തല്ലൂർ തന്നെയാണ് സംഭവം. ഇവിടെ എന്താ ചന്ദനക്കാട് പോലെ എന്തോ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരോട് കയറിപ്പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മരങ്ങളാണെങ്കിൽ പോലും ഫുള്ള് ഞാൻ അടുപ്പിച്ച് കട്ട കുത്തിക്കുക. പക്ഷെ എന്ത് രസമാണെന്നറിയാം ഉള്ളിൽ കൂടെ പോകാനായിട്ട്. ഇതൊക്കെ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രത്യേക തരം ഒരു ഫീൽ തന്നെയാണ് കിട്ടിയിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല വൈബടിച്ച് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് അത്രയ്ക്കും സമാധാനമായിട്ടൊരു പീസായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടിട്ട് തോന്നിയത്. എല്ലാവരും ഫോട്ടോ എടുക്കുക, ഓരോരുത്തരോരോ കഥകളൊക്കെ പറഞ്ഞ് നടക്കുക, പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. ഇതൊക്കെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇവരായിട്ടൊക്കെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ, അച്ഛൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. പിന്നെ അതേ ഇതെന്ത് കൈതച്ചക്ക പോലത്തെ ചെടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇതും മുനിയറയാണ്. മുനിയറ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നൊക്കെ. കാരണം അല്ലാതെ മൂടിയിട്ടേക്കാണ് അവർ മണ്ണിട്ട്. പണ്ട് കാലങ്ങളിൽ ശവങ്ങളൊക്കെ വെച്ചിരുന്ന എന്തോ സംഭവമാണെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കുറേ കാണാം കേട്ടോ നമുക്ക് മുനിയറകൾ. ഓരോ കാടിൻ്റെ ഇടയിലും ഉണ്ടാവും തോന്നുന്നുണ്ട് ഓരോന്നൊക്കെ. പിന്നെ ഇത് കയറി വരണോടത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 5-8 എണ്ണെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ അറ്റത്തൊരു ഈ കുരിശ് കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കുരിശിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വല്ല വ്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ചെന്ന് നിൽക്കുമ്പോൾ അതേ എൻ്റെ പിന്നാലെ വന്ന് നിൽക്കണം ഒരു കുരിശ്. വേറെ ആരല്ല, എൻ്റെ അച്ഛൻ തന്നെ. അവിടെ നിന്നിട്ട് എനിക്ക് ഹായ് കാണിക്കേണ്ടി ഞാൻ വീഡിയോ എടുക്കാനുണ്ടപ്പോൾ അപ്പോൾ എന്നോട് പറയാം, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കാരണം കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നൊക്കെ. അവിടെ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു കുരിശ് വേറെ കുരിശിനെ നോക്കി പ്രാർത്ഥിക്കാൻ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വണ്ടി കയറി. പിന്നെ ഞങ്ങൾ മൂന്നാർ വഴി പോയപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് കയറാന്ന് വെച്ചു. ഇപ്പോൾ ഒരു പാർക്കിൽ മൂന്നാറിത്തെ. പക്ഷെ അവിടെ വെച്ചാൽ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അതും കയറാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ ഒരു ചൂട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു വെറൈറ്റി പൂവുണ്ട്. അപ്പോൾ ഞാൻ ഒരു പൂവും പൊട്ടിച്ചു, ഒരു ചായയും കുടിച്ചു. അവിടെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടി കയറി. പിന്നെ കൂടുതലൊന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോണിനങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള എൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ കാണാം. ടാറ്റാ.